നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി പ്രിലിംസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി മെയിൻസിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നവരോടും ഇനി 2-3 സ്റ്റേജുകളിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർക്കും വേണ്ടിയിട്ടുള്ള സിലബസ് വീഡിയോയാണ് ഇന്ന്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് മെയിൻസിൻ്റെ സിലബസാണ് ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഇത് 2023 നടന്ന പരീക്ഷയാണ്. കാറ്റഗറി നമ്പർ 486/2022 അപ്പോൾ ഈ ഒരു സിലബസ് തന്നെ ആയിരിക്കാം ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷയ്ക്കും. 2 പേപ്പറൊക്കെ ഉണ്ടോ എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മുടെ ഈ ജനറൽ ടോപ്പിക്കുകൾക്കൊന്നും ഒരു മാറ്റവും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ പഠനം ആരംഭിച്ചു കൊള്ളുക. നമുക്ക് ആ സിലബസ് ഒന്ന് പരിശോധിക്കാം. നോക്കിക്കേ, ജനറൽ നോളജ് നമുക്കറിയാം. അതിൽ ഹിസ്റ്ററി 5 മാർക്ക്, ജിയോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, അതുപോലെ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, കേരളം ഭരണ സംവിധാനം എന്ന് പറയുന്ന പോർഷൻ 5 മാർക്കിന് ചോദിക്കും. ലൈഫ് സയൻസ് ബയോളജിയാണ്. ബയോളജി 3 മാർക്കാണ് വരുന്നത്. ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, കലാ കായിക സാഹിത്യം സംസ്കാരം 5 മാർക്ക്, കമ്പ്യൂട്ടർ ബേസിക്സ് 3 മാർക്ക്, അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്ക് 13 മാർക്ക്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക്. നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസിയും ആക്റ്റുകളും കമ്മീഷനുകളുമായിട്ട് ബന്ധപ്പെട്ട രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, ഇങ്ങനത്തെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനുകളും പോളിസികളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് വരുന്നത്. അതുപോലെ കറണ്ട് അഫേഴ്സ് വരുന്നുണ്ട്, 15 മാർക്കാണ് വരുന്നത്. മാത്സ് 10, ഇംഗ്ലീഷ് 10, ലാംഗ്വേജ് മലയാളം 10 മാർക്ക്. ഇങ്ങനെയാണ് നമ്മുടെ സിലബസ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ എക്സാമുകളുടെയും കോമൺ GK സിലബസ് തന്നെയാണ്. കേരള ഹിസ്റ്ററിയിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസും, ട്രാവൻകൂർ ചരിത്രം, തിരുവിതാംകൂറിൻ്റെ ചരിത്രം, പ്രസ്ഥാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇന്ത്യയിലാണെങ്കിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, INCയുടെ കാര്യങ്ങൾ, വേൾഡ് ഹിസ്റ്ററി വരുമ്പോഴത്തേനും വിപ്ലവങ്ങൾ, അതുപോലെ സെക്കൻഡ് വേൾഡ് വാർ. നമ്മുടെ ഹിസ്റ്ററി സെയിം ടോപ്പിക്ക്, നിങ്ങൾ പ്രിലിംസിന് പഠിച്ച സെയിം ടോപ്പിക്കാണ്. അവിടെ ഇന്ത്യയിൽ മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന പോർഷൻ വരുന്നില്ല. പൊളിറ്റിക്കൽ ഹിസ്റ്ററി തൊട്ടാണ് എന്ത് പറയുന്നത് ഇന്ത്യയിൽ ഈ ഒരു മെയിൻസിൻ്റെ സിലബസിനകത്ത് പറയുന്നത്. അതുപോലെ ജോഗ്രഫി, എർത്തിൻ്റെ സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി. എക്കണോമിക്സിൽ 5 ഇയർ പ്ലാൻസ്, ന്യൂ എക്കണോമിക് റീഫോംസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഒരു വ്യത്യാസം വരുന്നത് നമ്മുടെ പ്രിലിംസിൻ്റെ സിലബസിൽ പറയുന്നത് എന്തായിരുന്നു എന്നറിയാമോ? പെർ ക്യാപിറ്റ ഇൻകം, നാഷണൽ ഇൻകം, ഇതൊക്കെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. മെയിൻസിൽ അത് എടുത്തു പറയുന്നില്ല എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. സിലബസിൽ എഴുതിയേക്കുന്ന കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ട്, എന്നാലും സെയിം പ്രിലിംസിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. ഇനി അടുത്തത് വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ നമ്മുടെ പ്രിലിംസിൽ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ കണ്ടല്ലോ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കേരള അഡ്മിനിസ്ട്രേഷൻ 5 മാർക്കാണ് വരുന്നത്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി നമുക്ക് പ്രിലിംസിൽ ഇല്ലായിരുന്നു. അത് നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ട കാര്യം. നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ് കോമൺ ടോപ്പിക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അതുപോലെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ അവിടുന്ന് 5 മാർക്കിനാണ് ചോദിക്കുന്നത്. കമ്പ്യൂട്ടർ ബേസിക്സ് 3 മാർക്ക്. കമ്പ്യൂട്ടർ എല്ലാ എക്സാമിനും ഉള്ളതുപോലെ തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, എഡ്യൂക്കേഷൻ പോളിസി, അത് രണ്ടായിട്ട് യൂണിറ്റ് 1, യൂണിറ്റ് 2 എന്ന് പറഞ്ഞ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മൊത്തത്തിൽ മാർക്ക് വരുന്നതെന്ന് പറയുന്നത് എത്ര മാർക്കാണ്? 13 ആണ്. 6 മാർക്കും 7 മാർക്കുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ്. പോളിസീസിന് വരുന്നത് 7 മാർക്കാണ്. അതുപോലെ എഡ്യൂക്കേഷൻ കമ്മീഷൻസിന് 6 മാർക്കാണ്. ഇപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്ക് നല്ല വെയിറ്റേജ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉറപ്പായിട്ട് റാങ്ക് നിർണ്ണയിക്കുന്ന ഭാഗമാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണോ വേണ്ടേ എന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അതുപോലെ എത്ര മാർക്കുള്ളവരാണ്, ബാക്കി പോർഷനോട് കാണിച്ചിട്ട് ഞാൻ മാർക്കിൻ്റെ കാര്യം പറയാം. കറണ്ട് അഫേഴ്സ് 15 മാർക്ക്, പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നമ്മൾ എല്ലാ എക്സാമിനും പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എത്ര മാർക്കുള്ളവരാണ് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നത്? യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പോസ്റ്റൊക്കെ സ്വപ്നം കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എത്ര മാർക്ക് നേടിയവരാണ് മെയിൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഈ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ളൂ, സെക്കൻഡും തേർഡും സ്റ്റേജ് ഉള്ളവരുണ്ട്. സെക്കൻഡ് സ്റ്റേജ് ഉള്ളവർ പ്രിലിംസിനുള്ള പഠനം പഠിച്ചുകൊള്ളുക. ആഫ്റ്റർ എക്സാം നിങ്ങൾക്ക് മെയിൻസിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം.
തേർഡ് സ്റ്റേജ് ഉള്ളവർ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് എന്ന് പറഞ്ഞ് നിന്നാൽ നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങളൊരു കോമൺ പഠനം വേണം പഠിക്കാനായിട്ട്. പ്രിലിംസിലെയും മെയിൻസിലെയും കോമൺ ടോപ്പിക്കുകൾ ആദ്യം പഠിച്ച് തീർത്തുകൊണ്ടുള്ള പഠനം വേണം. ഇപ്പോഴേ നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കൊന്നും എടുക്കണ്ട, പ്രിലിംസ് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ പഠിക്കാം. അപ്പോൾ ഉറപ്പായിട്ടും ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ട് ഒരു 48 മാർക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് ഒരു 48നും 53നും ഇടയ്ക്കൊക്കെ കട്ട് ഓഫ് വരാനുള്ള ചാൻസാണ്. എന്തായാലും ഒരു 45+ ഉള്ളവർ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഫസ്റ്റ് സ്റ്റേജ് കിട്ടിയവർ പഠിക്കുക. 48 കഴിഞ്ഞിട്ടാണ് കട്ട് ഓഫ് വരാൻ ചാൻസ്. പക്ഷേ ഫസ്റ്റ് സ്റ്റേജ് ടഫ് ആയതുകൊണ്ടും നെക്സ്റ്റ് സ്റ്റേജ് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടും നിങ്ങൾ 45 മാർക്കിന് മുകളിലേക്ക് കിട്ടിയവർക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സ്പെഷ്യൽ മൊത്തം ടോപ്പിക്കുകളെല്ലാം തന്നെ പഠിച്ചു തുടങ്ങാം. മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കാം. അപ്പോൾ സമയം കളയാതെ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മെയിൻസിന് അറിയാമല്ലോ, ക്വാളിഫയിങ് എക്സാം അല്ല, 1 മാർക്ക് അല്ലെങ്കിൽ ഒരു 0.33 മാർക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് റാങ്ക് പിന്നിലേക്കാകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പഠനം ആരംഭിച്ചു കൊള്ളുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണോ, പ്രൊവൈഡ് ചെയ്യണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഈ ഒരു സിലബസ് ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തേക്കാം. ജോയിൻ ചെയ്യുക. താങ്ക്